വാർത്തകൾ തുടരുന്നു. ക്രിസ്തുമസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ എംഎസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. ഷുഹൈബ് വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ക്രൈംബ്രാഞ്ച് നടപടി. വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, എംഎസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബിനായുള്ള അന്വേഷണം പോലീസ് ഇപ്പോഴും തുടരുകയാണ്. ഈ ഒരു നടപടി എങ്ങനെയാണ് തുടരുന്നത്? വൃന്ദ, ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഏറെ നിർണായകമായ ഒരു നീക്കവുമായിട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ ഷുഹൈബ് വിദേശത്തേക്ക് കടക്കുന്നതുമായിട്ടാണ് ഇപ്പോൾ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റവും ഏറെ നിർണായകമായ ഒരു നീക്കവുമായി ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. നേരത്തെയും ഈ ഷുഹൈബ് നേരത്തെയും ഹാജരാകുന്നതിന് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഹാജരാകുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ നോട്ടീസ് അടക്കം ക്രൈംബ്രാഞ്ച് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പോലും അത് വീട്ടിൽ പോയിട്ടായിരുന്നു, ക്രൈംബ്രാഞ്ച് നേരിട്ട് വീട്ടിൽ പോയിട്ടായിരുന്നു ഷുഹൈബിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഷുഹൈബ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എന്നുള്ളതും അതുകൂടാതെ തന്നെ ഷുഹൈബിന്റെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ പോലും ഷുഹൈബിനെ ബന്ധപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ എല്ലാം മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറെ നിർണായകമായ ഒരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ വിദേശത്തേക്ക് കടക്കാൻ ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ഒരു സാധ്യതയുണ്ട് എന്നുള്ള കണക്കെടുത്ത് ഒരു മുൻകൂട്ടൽ ഉണ്ടായത് ഒരു മുൻകൂട്ടിയാണ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും. ഇത്തരത്തിൽ വലിയൊരു തീരുമാനവുമായിട്ടാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇനി പിടിവീഴുക, ഷുഹൈബിനി പിടിവീഴുക എന്നുള്ളതാണ് ഇനി ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്നുള്ളത്. അതുകൂടാതെ തന്നെ ഈ ഒരു എംഎസ് സൊല്യൂഷനിലെ അധ്യാപകരെ ഇന്നലെ ചോദ്യം എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ എംഎസ് സൊല്യൂഷനിലെ ആരും തന്നെ ചോദ്യം ചെയ്യലിന് പോലും ഹാജരായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അധ്യാപകർക്കടക്കം നോട്ടീസ് നൽകുന്ന നീക്കത്തിലേക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെയും ഈ ചക്കൽക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ ചോദ്യം ചെയ്യലടക്കം പൂർത്തിയായിരുന്നു. ഈ ഒരു ചോദ്യം ചെയ്യലിന്റെയും മൊഴിയെടുപ്പിന്റെയും അതുപോലെ തന്നെ വിവിധ രേഖകൾ എംഎസ് സൊല്യൂഷന്റെ സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ രേഖകളും അതുപോലെ തന്നെ KSU അടക്കമുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കൾ നേരത്തെയും ഈ ഷുഹൈബിന്റെ വീഡിയോകളെല്ലാം തന്നെ ഈ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ക്രൈംബ്രാഞ്ചിന്റെ വീഡിയോയും അതുപോലെ തന്നെ മറ്റു രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ക്രൈംബ്രാഞ്ച് നീക്കങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഹൈബ് എന്ന് പറയുന്നത് ചെറിയൊരു കണ്ണി മാത്രമാണ്. ഈ ഒരു എംഎസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ചെറിയൊരു കണ്ണി മാത്രമാണ്. ഇതിന്റെ പ്രധാന ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ്. നേരത്തെയും ഈ ഒരു FIR തയ്യാറാക്കുമ്പോൾ പോലും പോലീസിന് കൃത്യമായ ഒരു തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ക്രൈംബ്രാഞ്ച് ഈ തെളിവ് ഒന്നും പോലും പുറത്തു ില്ല എന്നുള്ളതാണ്. കൃത്യമായ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ കൃത്യമായ ഒരു രേഖ കിട്ടിയതിനു ശേഷം മാത്രമേ ക്രൈംബ്രാഞ്ച് മറ്റു വിവരങ്ങൾ പുറത്തു വിടൂ എന്നുള്ളതാണ്. എന്നാൽ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഷുഹൈബ് എന്ന് പറയുന്ന വ്യക്തി ഇതിലൊരു കണ്ണി മാത്രമാണ്. മറ്റ് ആളുകൾ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും അതുപോലെ തന്നെ കോഴിക്കോട്ടെ ചില പ്രാദേശിക നേതാക്കളടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു നേരത്തെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തലത്തിലേക്കെല്ലാം തന്നെ അന്വേഷണം നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു കേസിൽ ഷുഹൈബിനെ കൂടാതെ മറ്റ് ചില ആളുകളുണ്ട് എന്നുള്ളൊരു വിവരം കൂടെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തലത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. വൃന്ദ. ശരി അബീന.